അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസ് നോളജ് സിറ്റിയിലാണുള്ളത്. എയ്മർ ബിസിനസ് സ്കൂളിന് മുമ്പിലാണുള്ളത്. നമ്മൾ 2021 എയ്മർ ബിസിനസ് സ്കൂളിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം മുതൽ എയ്മറിൻ്റെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങളെല്ലാവരും ഇവിടെ പലരും വീഡിയോ കണ്ടിട്ട് BBA MBA ഒക്കെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പുതിയ അഡ്മിഷൻ ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എയ്മർ ഇപ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ 1 ബി സ്കൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ്, എന്തൊക്കെയാണ്, ഫസ്റ്റ് ബാച്ചിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ എയ്മർ സ്കൂളിലാണ് നമ്മളുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമാണ് ആദ്യം വന്നതെന്ന് തോന്നുന്നു, 2021. ഓക്കെ, ഇപ്പം 3 വർഷമായി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എയ്മർ ബിസിനസ് സ്കൂളിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വരികയും പഠിക്കുകയൊക്കെ ചെയ്തു. അതെ, അവരൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഫസ്റ്റ് ബാച്ച്. അതെ, നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ സ്റ്റുഡൻസിനും പ്ലേസ്ഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 58% സ്റ്റുഡൻസിനെ നമ്മൾ പ്ലേസ്ഡ് ചെയ്ത് ബാലൻസ് വരുന്ന 42% സ്റ്റുഡൻസ് അവർ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പ്ലേസ്ഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു പ്ലേസ്മെന്റ് അല്ല അവർക്ക് ചെയ്തു കൊടുത്തത്. നമ്മൾ കേരളത്തിലെ തന്നെ നമ്പർ 1 ആവറേജ് CTCയിലാണ് പ്ലേസ്ഡ് ചെയ്തിട്ടുള്ളത്. 9.52 CTC ആണ് ഇപ്പോൾ വരുന്നത് നമ്മളുടെ ആവറേജ് CTC. അതിനെക്കുറിച്ചുള്ള ആഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെയും ഇങ്ങോട്ടേക്ക് വരുന്നത് എയ്മറിനെ കുറിച്ച്. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇവിടുത്തെ എയ്മർ സ്കൂളിനെ കുറിച്ചായാലും. നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത നമ്പേഴ്സൊക്കെ തരാറുണ്ടല്ലോ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ എയ്മർ സ്കൂൾ എന്ന് പറഞ്ഞത് ഒരു വലിയൊരു വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേത് രീതിയിലാണ്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം MBA BBA കോഴ്സ് ചെയ്യുന്ന കോളേജുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അതിൽ നിന്നൊക്കെ എന്തുകൊണ്ടായിരിക്കും ഈ എയ്മർ ഒരു വ്യത്യസ്തമായെന്ന് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ചോദിക്കുന്നത് നല്ലൊരു ചോദ്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവിലാണ് നമ്മൾ ഇത്രയും രീതിയിൽ നമ്മൾ കേരളത്തിലെ തന്നെ നമ്പർ 1 CTC കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഒരു കാരണം നമ്മൾ വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാ ഒരു നോർമൽ കോളേജിൽ ചെയ്തു കൊടുക്കുന്ന പോലത്തെ അല്ല, വളരെയധികം ഡിഫറെൻ്റ് ആണ്. നമ്മളുടേതൊരു 50% തിയറി ക്ലാസ് ഉള്ളൂ, 50% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡും കേസ് സ്റ്റഡീസും ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ ഇപ്പോൾ ഒരു മെഡിക്കലിന് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതേ ഒരു സിസ്റ്റമാണ് ഉണ്ടാവുക ഇവിടെ. ഒരു സെക്ഷനിലേക്ക് അവർക്കൊരു സെക്ഷൻ പഠിക്കുകയാണെങ്കിൽ അതിൽ അവർക്കൊരു ആക്ടിവിറ്റി ഉണ്ടാവും, കേസ് സ്റ്റഡീസ് ഉണ്ടാവും. ആ രീതിയിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നോളജ് സിറ്റി തന്നെ മറ്റൊരു കമ്പനിയിലാണ്. ഞാൻ നേരത്തെ പറയണമെന്ന് കരുതിയിരുന്നു. നോളജ് സിറ്റി തന്നെ ഒരു കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് അവിടെ ഇൻറ്റേൺസ് ആയിട്ട് വരുന്നുണ്ടാവും. അവിടെ ഒരു മെയിൻ സ്റ്റാഫ് എങ്ങനെയാണോ വർക്ക് ചെയ്യണത് അതേ സ്കില്ലിലും അതേ ഒരു ആവേശത്തിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യണത്. ഇവിടെ കിട്ടുന്ന ഒരു അതെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 50% തിയറി ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ 50% തിയറി ക്ലാസ്സിൽ 50% എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ഇപ്പോൾ ടോപ്പ് കമ്പനീസിലെ ഇപ്പോൾ ഒരു HR-ൻ്റെ ഒരു സെക്ഷനാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു HR ഹെഡ് വന്നിട്ടായിരിക്കും അവർക്ക് ഇവിടുന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു കോർപ്പറേറ്റിൽ എങ്ങനെ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഓൾറെഡി അവർക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ഇൻക്ലൂഡഡ് ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. 1 ഇയർ ഇപ്പോൾ ഒരു UG സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ഇയർ ക്യാമ്പസ് പഠിക്കുകയാണെങ്കിൽ അവർ 3rd സെമസ്റ്റർ മുതൽ അവർ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ അത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അവരിപ്പോൾ അത് പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി എക്സ്പേർട്ട് ആയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ അവർ ഇത്രയും എക്സ്പീരിയൻസോട് കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് അവരൊരു ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു മെയിൻ റോള് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും. അതെ, മെയിൻ റോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അവർ ഓൾറെഡി ഇപ്പോൾ ഒരു UG സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസോടെയാണ് അവർ പാസ് ഔട്ട് ആവുന്നത്. PG സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസോടെയാണ് പാസ് ഔട്ട് ആവുന്നത്. ഇങ്ങനെ ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് ഈ രീതിയിൽ പ്ലേസ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു നോർമൽ കോളേജിൽ വെറും തിയറി ക്ലാസ് മാത്രം പഠിപ്പിച്ച് കൊടുത്തിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പറഞ്ഞാൽ സിലബസ് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. നോർമൽ കോളേജിലുള്ള സിലബസ് അല്ല കൊടുക്കുന്നത്, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് അവർക്ക് ഇവിടുന്ന് കൊടുക്കുന്നത്. എല്ലാ ഇയറിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മളെ സിലബസ്. അതുകൊണ്ട് തന്നെ അത്രയും ഒരു നല്ലൊരു സ്കിൽഫുൾ ആയിട്ട് സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അണ്ടറിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനീസ് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേസ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ വർക്ക് ചെയ്യുന്ന മറ്റ് കമ്പനീസിനൊക്കെ ഉള്ള അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്? സ്റ്റുഡൻസിന് നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്താൽ മതി. എല്ലാവരും നല്ല എക്സ്പീരിയൻസ്. ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ എനിക്ക് വീഡിയോ കാണുന്ന ഓഡിയൻസിനോട് വളരെ നോർമലായിട്ട് പറയാനുള്ളത്, കുറേ ആളുകൾ ചോദിക്കാറുണ്ട് കേരളത്തിൽ ഒരുപാട് MBA കോളേജുകളുണ്ട്, ഒരുപാട് BBA കോളേജുകളുണ്ട്, എന്തിന് എയ്മർ? ആ ഒരു ക്വസ്റ്റ്യൻ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നോളജ് സിറ്റിക്ക് അകത്തൊരു ക്യാമ്പസ്, അതിനപ്പുറം എന്തിന് എയ്മർ? അതിനുള്ള ആൻസറാണ് ഇപ്പോൾ മർഷദ് നമ്മളോട് സംസാരിച്ചത്. മർഷദിനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പരിചയപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ വീഡിയോയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനോട് ആരോടെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്ക് കാരണം വേറൊന്നുമല്ല, ഈ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേൾക്കേണ്ട ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെടുത്തുനിന്നായിരിക്കുമല്ലോ. അത് കേട്ടിട്ടായിരിക്കും അവർക്ക് ഇങ്ങോട്ട് വരേണ്ടി വരിക. അതിനുശേഷം ബാക്കി സംസാരിക്കാം. നമ്മളെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാവും, അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എയ്മർ ബിസിനസ് സ്കൂളിനെ കുറിച്ച് നമ്മൾ ഇത്രയും സമയം സംസാരിച്ചു. നമ്മൾ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കാണുന്നവരാണ്. അപ്പോൾ ഈ ഒരു കോളേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കുറേ പറയുന്നതിനപ്പുറം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇവിടുത്തെ ഒരു സ്റ്റുഡൻസ് അവർ സംസാരിക്കുക എന്നുള്ളതാണല്ലോ, അവരിൽ നിന്ന് കേൾക്കുന്നതാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അവരെന്താണ് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ കൂടെ ഉള്ളത്? നൈഫ്. ഓക്കെ, ഇവിടെ UG പഠിക്കുന്നു. അതെ. അപ്പോൾ നൈഫ് നമ്മൾ പറയും എന്താണ് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഞാനിവിടെ ആക്ച്വലി യൂട്യൂബിൽ നിന്ന് കുറേ ആഡ് കണ്ടിട്ടാണ് വന്നത്. ആദ്യം കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം ക്ലിയറായി. ഇവിടെ എല്ലാം നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഇവർ ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ IEP ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഇൻഡിവിജ്വലായിട്ട് ഓരോ മെൻറ്റേഴ്സിനെ വെച്ച് തരും. ഇപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഇഷ്യൂവും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ സൊല്യൂഷൻ പറയും, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ ഇവർ നമ്മളെ ബിസിനസ് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങാനായിട്ട് ഇപ്പം എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അപ്പം സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ഇനി 5-ാം തീയതിക്കുള്ളിൽ എനിക്കൊരു ഫോം സബ്മിറ്റ് ചെയ്യണം. ഒരു 500 രൂപയുടെ ചിലവിൽ 4 ആഴ്ചത്തേക്കൊരു ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ അതിന് ഇവർ ഫുള്ള് സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയ ഐഡിയ ആണെങ്കിലും ഇവർ മാക്സിമം നമ്മളൊരു 3 കൊല്ലമാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം ഇൻക്യുബേഷൻ കഴിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നടക്കാനുള്ള രീതിയിലാണ് ക്ലാസ് അല്ലെങ്കിൽ സ്റ്റഡീസിനപ്പുറം അതിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവർ ഒരു പടി മുന്നിൽ ആലോചിക്കാനായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക. അല്ലാണ്ട് നമുക്ക് ഇപ്പം നടക്കുന്നതിൽ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇപ്പം നമുക്കൊരു ഐഡിയ തോന്നി, അതിപ്പോൾ എടുത്തിട്ട് ഇപ്പം നടത്താൻ പറ്റുമോ നോക്കി അത് കളഞ്ഞിട്ട് പോകുന്നതിനെക്കാട്ടിയല്ലത് അതിനെപ്പറ്റി അന്വേഷിച്ച് ഭാവിയിലേക്ക് എന്താക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഏത് രൂപത്തിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെ. പിന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പ്, വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. അപ്പോൾ ഇന്റേൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്ക് ഇന്റേൺഷിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് 1 കൊല്ലം ക്ലാസ്, 6 മാസം ഇന്റേൺഷിപ്പ്, വീണ്ടും 1 കൊല്ലം ക്ലാസ്, പിന്നെ 6 മാസം ഇന്റേൺഷിപ്പ് ആയിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ നോളജ് സിറ്റിയിൽ തന്നെ എക്കോമൺ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അവിടെ നമ്മുടെ കൂടെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഇന്റേൺഷിപ്പിലുണ്ട്. നല്ല സ്കില്ലുള്ള, അതായത് അവിടെയുള്ള മെയിൻ സ്റ്റാഫുകൾ പോലെ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് അവർ. അതെ, ഇവിടെ ഒരുപാട് ഇന്റേൺഷിപ്പിനായിട്ട് ഇവിടെ ഒരുപാട് കമ്പനികൾസായിട്ട് നമുക്ക് ടൈഅപ്സ് ഉണ്ട് എയ്മറിന്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചാൻസസും നമുക്ക് കൂടും. ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ബാംഗ്ലൂർ, ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം, ഈ 3 സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. ഇവർക്ക് അത്യാവശ്യം കണക്ഷൻസ് അവിടെ ഉണ്ട്, ടൈ ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കേസ് സ്റ്റഡീസ് ബേസ്ഡ് ആയിരിക്കും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുൾ മാക്സിമം പ്രാക്ടിക്കലായിട്ടാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം എയ്മറിൻ്റെ സ്റ്റോളിൽ വയ്ക്കാൻ പറ്റി. പിന്നെ മാനേജ്മെൻറ്റ് ചാലഞ്ച്, ഇതെല്ലാം നമ്മൾ ഫീൽഡിൽ ഇറക്കി നമ്മളെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചു. അതാകുമ്പോൾ എനിക്ക് ഇൻഡസ്ട്രി പോകുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കി കിട്ടാനായിട്ടുള്ള നല്ലൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മളെ ഒരു പ്രാക്ടീസസ് ആയിട്ട് തന്നെ. തിയറി ക്ലാസ്സുകളാകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പഴയ രീതിയിൽ പാഠപുസ്തകവും അങ്ങനെയുള്ള ഇവിടെ പുസ്തകം എന്ന് പറയുന്ന സംഭവമില്ല. നോട്ട് എഴുതാനാണെങ്കിൽ പുസ്തകം ഉണ്ടാവും, അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഓൺലൈനിൽ കൂടിയും പിന്നെ PPTയിലൂടെയൊക്കെ ആയാലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് പിന്നെ ഇവിടെ ഇൻഡസ്ട്രി എക്സ്പേർട്സ് വരാറുണ്ട്. ഇപ്പം ചില ആഴ്ചകളിൽ, ചില മാസങ്ങളിൽ എല്ലാ ആഴ്ചയിലും ഇൻഡസ്ട്രി എക്സ്പേർട്സ് വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ചത്തേക്ക് ഫുള്ളൊരു ഇൻഡസ്ട്രി എക്സ്പേർട്ടിനെ വരുത്തിയിട്ട് ക്ലാസ്സസ് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അപ്പോൾ അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇൻസ്പയർ ആകും. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മുടെ മൈൻഡിലുള്ള ഐഡിയ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു. അതെ. പിന്നെ അതുകൊണ്ട് വരുന്നത് നമ്മുടെ സ്റ്റാഫ്, ഫാക്കൽറ്റീസ്. പിന്നെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് മെയിൻലി അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്ത് ഇറങ്ങിയ ആൾക്കാരാണ്. അവർക്ക് നല്ല ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പോൾ സാധാ ഈ ഡയറക്റ്റ് പഠിച്ചിറങ്ങി ടീച്ചറാവാൻ വരുന്ന ആൾക്കാരെ കാട്ടി കൂടുതലും അറിവും പ്രാക്ടിക്കൽ നോളജും ഉള്ള ആൾക്കാരാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വിഷയം അവർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ അതിനകത്ത് ചേർത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് കൂടുതലും അങ്ങോട്ട് മനസ്സിലാവുകയും ചെയ്യും. നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇംപ്ലിമെൻ്റ് കഴിവ് നമുക്ക് ഉണ്ടാക്കി തരും. കോൺഫിഡൻസും കഴിവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് സംസാരിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞു
ഭയങ്കര കോൺഫിഡൻസ് ആണ് സ്റ്റുഡൻസ് ആയാലും അവർക്ക് കിട്ടുന്നതിനെക്കുറിച്ചും അവർ മറ്റുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു താരതമ്യം ചെയ്ത് പറയുമ്പോഴൊക്കെ എയിമറിനെ കുറിച്ച് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവർ നിങ്ങൾ പറയുന്ന ഒന്ന് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും നിങ്ങൾ ഈ സ്റ്റുഡൻസിന് ഇതൊക്കെ ഉറപ്പുവരുത്തുന്നത്? സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഒരു സിലബസിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് പുറമെ തന്നെ നമുക്കിവിടെ ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൺസ് നമ്മൾ സ്റ്റുഡൻറ്റ് ഇവിടെ ഇപ്പോൾ ഒരു നമ്മളെ അഡ്മിഷനിലേക്ക് എൻറോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വീക്ക്നെസ്, സ്ട്രെങ്ത്ത്, അങ്ങനത്തെ എല്ലാ ഏരിയകളും ഉണ്ടാവും അവർക്ക് എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള. അവർക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരു മെൻറ്ററിങ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു ഫാക്കൽറ്റി അവർക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കും. അവർ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, പിന്നെ അത് കഴിഞ്ഞിട്ടും ആ സപ്പോർട്ട് അവർക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അത് എവറി ക്വാർട്ടറിൽ നമ്മൾ ഇവരുടെ ഒരു ഗ്രോത്ത് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്യും, വാലിഡേറ്റ് ചെയ്തിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. നമുക്കറിയാൻ പറ്റും ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ വീക്ക്നെസ് ഉണ്ട്, ആ ഒരു ഏരിയയിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഫാക്കൽറ്റീൻ്റെ ഒരു മെൻറ്ററിങ് സപ്പോർട്ട് അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുത്തിട്ട് ആ വീക്ക്നെസ് ഒഴിവാക്കി എടുക്കും. പിന്നെ അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉള്ള ഒരു ഏരിയ, അയാൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ, അതിലേക്കൊക്കെ നമ്മൾ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഒരു സ്റ്റുഡൻറ്റിന് ഒരു മെൻറ്ററിങ് സപ്പോർട്ട് എന്നുള്ള ഒരു ഫാക്കൽറ്റി ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കത് ഒരു ഗ്രോത്ത് നമുക്ക് അറിയാൻ പറ്റും സ്റ്റുഡൻറ്റ്. ഇപ്പോൾ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് നേരിട്ട് സംസാരിച്ച് സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ. ഓക്കെ. അപ്പം എയിമർ ബിസിനസ് സ്കൂൾ ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ CTC കൊടുത്ത് സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യുന്ന ഒരു ബി സ്കൂളാണ്. അതെ. ഈ ഒരു 3 ഇയറിനുള്ളിൽ, ഏകദേശം 2.5 ഇയറിനുള്ളിൽ ആ രീതിയിലുള്ള ഒരു ഗ്രോത്ത് എയിമർ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് എയിമറിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ? നമ്മൾ ശരിക്കും എന്താണെന്ന് വിചാരിക്കുന്നത്, നമ്മളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന CTC അത് നമ്മൾ ഇപ്പം ഒരു ഇന്ത്യയിൽ തന്നെ ടോപ്പ് 10ലേക്ക് വരാനുള്ള ഒരു പ്ലാനാണ് വിത്തിൻ 3 ഇയറിൻ്റെ ഉള്ളിൽ. അതിനുള്ള എല്ലാ പ്ലാനുകളും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ 25 lakhs ആണ് നമ്മൾ ഓഫർ ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന നമ്മളൊരു CTC. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ മാത്രമാണ് എടുക്കുന്നത്. ഫസ്റ്റിലൊക്കെ നമ്മൾ അത്ര ഫിൽട്രേഷനൊന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ബാച്ചിലൊന്നും. എന്നിട്ട് നമ്മൾ ഈ രീതിയിലാണ് അവരെ പ്ലേസ്ഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ ബാച്ച് മുതലൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. നല്ല ഇവിടുത്തെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അത് പാസ്സാവണം. അല്ലാന്നുണ്ടെങ്കിൽ MBA നോക്കുന്നവരാണെങ്കിൽ CAT സ്കോർ 80% എബോവ് ഉള്ള സ്റ്റുഡൻസിനെ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാനൽ ഇൻ്റർവ്യൂ ഉണ്ട്, അത് പാസ്സായിട്ടുണ്ടെങ്കിലാണ് ഇവിടെ സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ കിട്ടുള്ളൂ. എന്നിട്ട് അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും 100% നമ്മൾ ഈ ഓഫർ ചെയ്യുന്ന സംഭവം അവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് ഇവർക്ക് ഈ പ്ലേസ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന GCCയിലാണ്. നമുക്കറിയാലോ മർക്കസിൻ്റെ അണ്ടറിലായതിനെ കൊണ്ട് തന്നെ നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ട് GCC കൺട്രീസിൽ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇനി വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് അവർക്കൊരു ദുബായിലേക്കുള്ള ഒരു ദുബായ് ഇമേഴ്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 weeks അവർ ദുബായിലായിരിക്കും പോകുന്നുണ്ടാവുക. അത് മെയിനായിട്ട് നമ്മൾ അവർക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ ദുബായ് ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിപ്പോൾ ഇത്രയും ഒരു പ്രോഗ്രാം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ അത് മാറ്റം ഉണ്ടാവും അതിലേക്ക്. അത് നമ്മൾ ഗ്രോത്ത് ഉറപ്പ് വരുത്തിയിട്ട് ആ രീതിയിലേക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇതൊക്കെ കേട്ടു. ഇനിയിപ്പം ഒരു ഓഡിയൻസിൽപ്പെട്ട ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ്? അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ എയിമറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്പർ കൊടുത്താൽ മതി. എന്നിട്ട് ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. ആദ്യം ഫസ്റ്റ് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ പ്രൊസീജിയറിന് ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു ടെസ്റ്റ് അവർക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടും എങ്ങനെയും ചെയ്യാൻ പറ്റും. ആ രീതിയിൽ അവർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എയിമർ ബിസിനസ് സ്കൂളിനെ കുറിച്ച് ഞാനിത് എനിക്ക് തോന്നുന്നു 3ാമത്തെയോ 4ാമത്തെയോ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈം മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. 2021 മുതൽ എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുമുതൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട്. ആ ഫസ്റ്റ് ബാച്ചിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും എയിമറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ, നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് അതിനുശേഷം ഇവിടെ അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.